എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026 സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സ് നേരിട്ട നാണം കെട്ട തോൽവിക്ക് പിന്നാലെ ക്രിക്കറ്റ് ലോകത്തെയാകെ പിടിച്ചുകുലുക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ചെന്നൈയുടെ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തുവരുന്നത്. എപ്പോഴും ശാന്തനായി കാണപ്പെടുന്ന സാക്ഷാൽ ക്യാപ്റ്റൻ കൂൾ മഹേന്ദ്ര സിംഗ് ധോണി തന്റെ ടീമിന്റെ ദയനീയ പ്രകടനം കണ്ട് രോഷാകുലനായിരിക്കുന്നു. ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ടീമിലെ വമ്പൻ താരങ്ങളെ അദ്ദേഹം കണക്കിന് ശകാരിച്ചുവെന്ന വാർത്ത ക്രിക്കറ്റ് ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ 195 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ചെന്നൈയുടെ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുകയായിരുന്നു. മത്സരം അവസാനിച്ചയുടനെ നിരാശരായ താരങ്ങൾ ഡ്രസ്സിംഗ് റൂമിലെത്തുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം അങ്ങേയറ്റം സ്ഫോടനാത്മകമായിരുന്നു. ഒരൊറ്റ കളിക്കാരനു പോലും ധോണിയുടെ കണ്ണുകളിൽ നോക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും സർഫറാസ് ഖാൻ, ശിവം ദുബെ, ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന് നേരെയായിരുന്നു ധോണിയുടെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത്. മത്സരത്തിനു ശേഷം നടന്ന ഒരു സ്വകാര്യ സംഭാഷണത്തിൽ സർഫറാസ് ഖാൻ തന്നെയാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. തന്റെ കരിയറിൽ ഇന്നുവരെ ധോണി ഭായിയുടെ ഇത്രയും ഭയാനകമായ ഒരു രൗദ്രരൂപം താൻ കണ്ടിട്ടില്ലെന്ന് സർഫറാസ് വിറയാർന്ന ശബ്ദത്തോടെ പറഞ്ഞു. ഡ്രസ്സിംഗ് റൂമിലേക്ക് കടന്നു വന്നയുടൻ ധോണി തന്റെ ബാറ്റ് ഒരു മൂലയിലേക്ക് വലിയ ശബ്ദത്തോടെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് നേരെ സർഫറാസിന് നേരെ തിരിഞ്ഞു. ധോണിയുടെ കണ്ണുകളിൽ മിന്നൽ പിണരുകളുണ്ടായിരുന്നു. അത്യുച്ചത്തിൽ കർശനമായ സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു, സർഫറാസ്, ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നീ ഈ ടീമിൽ കളിക്കുന്നത് നിന്റെ സ്ഥാനം സുരക്ഷിതമാക്കാനാണോ അതോ ടീമിനെ വിജയിപ്പിക്കാനോ? പന്ത് ടേൺ ചെയ്യുന്നുണ്ടെന്നും പിച്ച് സ്ലോ ആകുന്നതെന്നും റൺ റേറ്റിന്റെ സമ്മർദ്ദം 10ന് മുകളിലാണെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും ആ നിർണായക ഘട്ടത്തിൽ അങ്ങനെ ഒരു അലക്ഷ്യമായ ലാപ്പ് ഷോട്ട് കളിക്കേണ്ട കാര്യം എന്തായിരുന്നു എന്ന് ധോണി തുറന്നടിച്ചു. വിക്കറ്റ് വലിച്ചെറിയാനല്ല, മറിച്ച് ക്രീസിൽ നിലയുറപ്പിച്ച് ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാനായിരുന്നു സർഫറാസിനെ ചുമതലപ്പെടുത്തിയത്. ഈ വാക്കുകൾ കേട്ട് താൻ അക്ഷരാർത്ഥത്തിൽ മരവിച്ചു പോയെന്നും മറുപടി പറയാൻ ഒരു വാക്കുപോലും തൊണ്ടയിൽ നിന്ന് വന്നില്ലെന്നും സർഫറാസ് ഓർക്കുന്നു. എന്നാൽ ആ കോപം അവിടെ അവസാനിച്ചില്ല. ധോണിയുടെ അഗ്നിസ്ഫുലിംഗങ്ങൾ വമിക്കുന്ന കണ്ണുകൾ അടുത്തതായി നീണ്ടത് പവർ ഹിറ്ററായ ശിവം ദുബെയ്ക്ക് നേരെയായിരുന്നു. ശിവം, നിന്റെ യഥാർത്ഥ കരുത്തും ശൈലിയും നീ പൂർണ്ണമായും മറന്നതുപോലെ തോന്നുന്നു. ധോണി കണ്ണുകളിൽ നോക്കി പറഞ്ഞു. കഴിഞ്ഞ 2-3 മത്സരങ്ങളായി ക്രീസിൽ പന്തുകൾ പാഴാക്കുന്നത് ടീമിന്റെ മൊമെന്റം നശിപ്പിക്കുകയാണ്. വലിയ ഷോട്ടുകൾ കളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ബുദ്ധിപൂർവ്വം സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുകയെങ്കിലും ആയിരുന്നു. ദുബെയുടെ ഈ മെല്ലപ്പോക്ക് പവർ പ്ലേക്ക് ശേഷം ചെന്നൈയെ പൂർണ്ണമായും മത്സരത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് ധോണി ആഞ്ഞടിച്ചു. ഡ്രസ്സിംഗ് റൂമിലെ സമ്മർദ്ദം അതിന്റെ പാരമ്യത്തിലെത്തിയത് ധോണി ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിനെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോഴാണ്. എതിർ ടീമിലെ അഭിഷേക് ശർമ്മ ചെന്നൈ ബൌളർമാരെ നിർദ്ദയം പ്രഹരിക്കുമ്പോൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ ബൌളർമാരുമായി യാതൊരു ആശയവിനിമയവും നടത്താതിരുന്നതിനെ ധോണി നിശിതമായി വിമർശിച്ചു. ഋതു, ഓർക്കുക, ടോസ് നേടി ഫീൽഡിംഗ് സെറ്റ് ചെയ്യുകയും ബാറ്റിംഗ് ഓർഡർ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് മാത്രമല്ല ക്യാപ്റ്റൻസി. മത്സരത്തിന്റെ ഗതി മനസ്സിലാക്കാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ബൌളർമാർക്ക് ആത്മവിശ്വാസം നൽകാനും ഒരു ക്യാപ്റ്റന് കഴിയണം. ഇന്ന് നീ ബൌളർമാരെ അവരുടെ പാട്ടിന് വിട്ടു. ധോണി പറഞ്ഞു. CSK പോലൊരു മഹത്തായ ഫ്രാഞ്ചൈസിക്ക് ആവശ്യമായ നേതൃത്വ പാടവവും പോരാട്ടവീര്യവും മൈതാനത്ത് കണ്ടില്ല എന്ന ധോണിയുടെ കൈപ്പേറിയ സത്യം കേട്ട് ഋതുരാജ് തലകുനിച്ച് നിശബ്ദനായി ഇരുന്നുപോയി. തുടർന്ന് ടീമിനാകെ ധോണി ശക്തമായ ഒരു അന്ത്യശാസനം നൽകി. അടുത്ത മത്സരത്തിൽ പ്രകടനത്തിൽ വലിയ മാറ്റമുണ്ടായില്ലെങ്കിൽ കളിക്കാരന്റെ പേരോ പ്രശസ്തിയോ മുൻകാല റെക്കോർഡുകളോ നോക്കാതെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ബെഞ്ചിലിരുത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ധോണിയെ സംബന്ധിച്ചിടത്തോളം ചെന്നൈ സൂപ്പർ കിങ്സ് വെറും ഒരു ടീമല്ല, തന്റെ വിയർപ്പും രക്തവും നൽകി വളർത്തിയെടുത്ത ഒരു പാരമ്പര്യമാണ്. അവസാനമായി ധോണി പറഞ്ഞ വാചകം ഏരോ കളിക്കാരന്റെയും ഹൃദയത്തിൽ അമ്പുപോലെ തറച്ചുകയറി. മത്സരം തോൽക്കുന്നതിൽ എനിക്ക് യാതൊരു ഭയവുമില്ല, കാരണം ജയപരാജയങ്ങൾ കളിയുടെ ഭാഗമാണ്. എന്നാൽ പോരാടാതെ മൈതാനത്ത് മുട്ടുമുട്ടുന്ന ആ ഭീരുത്വത്തെ ഞാൻ അങ്ങേയറ്റം വെറുക്കുന്നു. ഹൈദരാബാദിലെ ആ രാത്രി കേവലം ഒരു തോൽവിയായിരുന്നില്ല, മറിച്ച് ഈ യുവതാരങ്ങളിൽ ധോണി അർപ്പിച്ച വിശ്വാസത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു. CSKയുടെ ജേഴ്സി അണിയുക എന്നാൽ അവസാന പന്ത് വരെ ഒരു പോരാളിയെപ്പോലെ പൊരുതുക എന്ന് ധോണി അരക്കിട്ടുറപ്പിച്ചു. എന്തായാലും ധോണിയുടെ ഈ രോഷവും മുന്നറിയിപ്പും തികച്ചും ന്യായമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ തോൽവിക്ക് കാരണം ബാറ്റ്സ്മാൻമാരാണോ അതോ ഋതുരാജിന്റെ ക്യാപ്റ്റൻസിയിലെ പോരായ്മയാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആംഗ്രി ഥല എന്നോ CSK റീസെറ്റ് എന്നോ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.